ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൻ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമല്ലോ. ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കപ്പ പുട്ടും മുട്ട റോസ്റ്റും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ കേട്ടോ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്കതിന് വേണ്ടുന്ന കപ്പ, പുട്ടുപൊടി, പാകത്തിനുള്ള ഉപ്പ്, തേങ്ങ ചിരണ്ടിയത്. കപ്പ നന്നായിട്ട് കട്ട് ചെയ്ത് ഞാൻ അതിനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ പീസാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു നെടുവയായിട്ടുള്ള കഷ്ണങ്ങളാക്കി, അതായത് നമുക്ക് ഇതിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള പീസുകളാക്കി മാറ്റണം. എൻ്റെ വളരെ എളുപ്പമാണ്. നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കേണ്ട. ഇതേപോലെ തന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അത് കുറച്ചും കൂടെ ചെറിയതായിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേൽ വെച്ച് അതിൽ വെച്ച് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ സൈഡിൽ വെച്ച് ആക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഇതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പകൾ മൊത്തം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 കിലോ അടുപ്പിച്ചുള്ള കപ്പയാണ്. അപ്പോൾ ഞാൻ ആ കപ്പ മൊത്തം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരു ബോൾ പാകത്തിനായിട്ട് എടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കപ്പയുടെ ആ ജ്യൂസ് മൊത്തം കളഞ്ഞിട്ട് കപ്പ മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അങ്ങനെ മൊത്തം കപ്പയും ഞാൻ അതുപോലെ ആക്കി നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് പുട്ടുപൊടി, അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട്, അഥവാ ചെറിയ രീതിയിലുള്ള കട്ടകളുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പാകത്തിന് ഉപ്പിടുക. പിന്നെ തേങ്ങ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. കൂടുതലിട്ട് ടേസ്റ്റ് കൂടി വരും. ഞാൻ ഒരിച്ചിരി തേങ്ങ, ഉപ്പ്, പുട്ടുപൊടി ഇത്രയും കൂടെ കപ്പയുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് 10 മിനിറ്റ് അത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക. നമ്മുടെ മുട്ട റോസ്റ്റിലോട്ട് പോകാം. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. ലേശം കടുക് ഇടുക. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില. ഇപ്പോൾ കടുവെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ 2 വറ്റൽമുളക് ഇടുക. അതിനുശേഷം ഒരു പിടി കറിവേപ്പില. ഇത്രയും ഇട്ടതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഞാൻ 2 ഇടത്തരം സവാളയാണ്, മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. കരിഞ്ഞു പോകരുത്. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി. മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ പൊടിച്ച് ചൂടാക്കി ഒരുമിച്ചെടുത്തു കേട്ടോ. അതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് സവാളയും ഈ പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ലേശം കശ്മീരി മുളകും കൂടെ ഇടുക. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇട്ട് സവാളയിൽ നന്നായിട്ട് ഇട്ട് വഴറ്റുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു തക്കാളിയാണ്, അതിടുക. ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഒരു ലേശം പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. കാരണം അതിന് ടേസ്റ്റ് വരും. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. എന്നിട്ട് നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയിട്ട് ഒന്നും കൂടെ അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും എല്ലാം അതിൻ്റെ ആ മസാലയും എല്ലാം നന്നായിട്ട് ആ മുട്ടയിലും പിടിച്ച് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡല്ലേ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് നോക്കി വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ റെഡിയാക്കി. ഇനി നമുക്ക് പുട്ടിലേക്ക് പോകാം. കപ്പയുടെ പുട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പൊടിയെല്ലാം എടുത്തു വെച്ചു. പുട്ട് കുമ്പം നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് തേങ്ങ ഇടുക. അതിനുശേഷം കപ്പയും പുട്ടിൻ്റെ പൊടിയും കൂടെ അതിലേക്ക് ഇടുക. മിഡിൽ ഭാഗത്ത് വീണ്ടും തേങ്ങ ഇടുക. പിന്നെയും കുറച്ച് പുട്ടിൻ്റെ പൊടി ഇടുക. അതിനുശേഷം വീണ്ടും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഫില്ലാക്കി നമ്മൾ ആവിയുള്ള നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചിരട്ടപ്പുട്ടിലും ഉണ്ടാക്കാം, നമ്മുടെ പുട്ട് കുമ്പത്തേലും ഉണ്ടാക്കാം. ഒപ്പം കഴിക്കാൻ പഴമോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ ഏത് തരം വീഡിയോസാണ് വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ഇടുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.